ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിൻ്റെ വിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിറവാണ്, ആത്മാവിൻ്റെ ശക്തിയേറിയ പ്രവാഹമാണ്. നമ്മുടെ ഈ നിസ്സാരമായ ശരീരത്തിൽ കൂടി നിത്യനായ ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവ് പ്രവഹിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ അത്ഭുതമാണ്. ഈ മൺമയമായ ശരീരം, പാവമയമായ ശരീരം, പാവം ചെയ്ത് പരിശീലിച്ച ശരീരം, തിന്മയ്ക്ക് വിട്ടുകൊടുത്തിരുന്നതായി ഈ ശരീരം, ഓരോ അവയവങ്ങളിലും പാവത്തിൻ്റെ കറപറ്റിയ ഈ ശരീരം, ഈ ശരീരത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുക എന്നുള്ളത് എത്രയോ മഹത്തായൊരു കാര്യമാണ്, എത്രയോ അത്ഭുതകരമായൊരു കാര്യമാണ്. ഹീനപാത്രങ്ങളായ നമ്മെ തൻ്റെ മഹത്വമുള്ള സ്വർഗീയ കൃപ പകരുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായൊരു സത്യമാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപ, നമ്മെ ദൈവം സ്നേഹിക്കുന്നു, നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നു. പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ പ്രവാഹമാണ്. പരിശുദ്ധാത്മാവ് ജീവ ഉറവയുടെ പ്രവാഹമാണ്, ജീവ ഉറവ. അന്തരാത്മാവിൽ ഉയർന്നുയർന്നു വരുന്നതായ ആത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ആളത്വത്തെ സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുകയാണ്. ആത്മവിവശനായി പത്മോസ് ദ്വീപിൽ ഏകനായി കഴിയുന്ന അപ്പോസ്തലനായ യോഹന്നാന് കർത്തൃദിവസത്തിൽ ആത്മാവിൻ്റെ വിവശതയുണ്ടായി. ആത്മാവിൻ്റെ വിവശത, ദൈവത്തിന് സ്തോത്രം. ആത്മാവിലങ്ങ് നിറഞ്ഞു. മനസ്സ് ഭാരപ്പെട്ടുന്നുണ്ട് ഒരളവിൽ. തിരമാലകളുടെ മുഴക്കവും പാറകളിൽ തിരമാലകൾ വന്ന് അടിക്കുന്ന ശബ്ദവും അങ്ങ് മുകളിൽ കൂടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ കരച്ചിലും ഇതെല്ലാം കേൾക്കുന്നു, കാണുന്നു. അപ്പോസ്തലൻ്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്. ഹൃദയത്തിലേക്ക് ഊറി വരുന്നതായ ചിന്തകൾ സങ്കടത്തിൻ്റെ ചിന്തകളാണ്. പണ്ട് യേശുനാഥനോടുകൂടി ഗലീലാക്കടലിൽ സഞ്ചരിച്ച സമയങ്ങൾ, അന്ന് കർത്താവ് പടകിലേക്ക് നടന്ന അടുത്ത കാര്യങ്ങൾ, കർത്താവ് പടകിൽ കയറിയ കാര്യങ്ങൾ, അപ്പോൾ കൊടുങ്കാറ്റ് ശാന്തമായ കാര്യങ്ങൾ, എന്തെല്ലാം ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുന്നു. സംഭവബഹുലമായൊരു ജീവിതം. ഈ വയോവാർദ്ധക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇതെല്ലാം ഓർത്തോർത്ത് ചകഞ്ഞെടുക്കുകയാണ്. ഓരോന്നും ഓർക്കുന്തോറും സങ്കടം തിങ്ങി വരികയാണ്. ആ നല്ല നാളുകൾ കഴിഞ്ഞു പോയല്ലോ, സന്തോഷത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കും അതുപോലെ പലതും ഓർക്കാനുണ്ട്. ആത്മാവിൻ്റെ ലഹരിയിൽ നാം ദൈവത്തെ സ്തുതിച്ച സമയങ്ങൾ, ഇന്ന് ആ ലഹരി നഷ്ടപ്പെട്ടതുകൊണ്ട്, സ്തുതി നഷ്ടപ്പെട്ടതുകൊണ്ട്, വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവസ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ട് ഹൃദയം വരണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, നിരാശയിൽ ആണ്ടുപോയ അനുഭവങ്ങൾ, ഇന്ന് അനേകം നഷ്ടങ്ങൾ വന്നതിലെ ഓർത്ത് ഭാരത്തോടിരിക്കുന്ന കാര്യങ്ങൾ, ഭാരത്തോടിരിക്കുന്നു, നിരാശയോടിരിക്കുന്നു. നമുക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ആത്മസന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാം, എൻ്റെ കർത്താവേ, എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ, ആത്മാവിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയല്ലോ, ഒരു കാലത്തുണ്ടായിരുന്ന വിശുദ്ധി നഷ്ടപ്പെട്ടു പോയല്ലോ, ഒരു കാലത്ത് പാപത്തോട് ഉണ്ടായിരുന്ന അറപ്പ് നഷ്ടപ്പെട്ടു പോയല്ലോ. പാപത്തോട് അറപ്പും വെറുപ്പും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു അണുവിൽ പോലും പാവം വരരുതെന്നുള്ള നിർബന്ധമുള്ള കാലം ഉണ്ടായിരുന്നു. അഥവാ അറിയാതെ ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ കണിക ഉള്ളത്തിൽ ഏശിയാൽ അപ്പോൾ തന്നെ ഞെട്ടി വിറയ്ക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏങ്ങലടിച്ച് കരയുന്നൊരു സമയം ഉണ്ടായിരുന്നു. കർത്താവേ, ഇന്നതെല്ലാം വരൾച്ചയായിപ്പോയല്ലോ. നഷ്ടങ്ങളുടെ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് ഈ അനുഭവം ഉണ്ടായതാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ വീണ്ടും പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുകാരികളാകുവീനെന്ന്. ക്രിസ്തുവിനെ അനുകരിക്കണം. ഒരിക്കലും നിങ്ങൾ നഷ്ടത്തിൽ കഴിഞ്ഞു പോകരുത്, നഷ്ടത്തിൽ നിങ്ങൾ വാടിപ്പോകരുത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെയും ആത്മാക്കളെ ഉത്തേജിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ്റെ അനുഭവം ഇതുതന്നെയാണ്. ആത്മാവിൻ്റെ വിവശതയുണ്ടായി. ആത്മാവിൻ്റെ വിവശത. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വിവശത വന്നപ്പോൾ ഏതോ ഒരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക സന്തോഷമാണ്. നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ പലതും ഓർത്തോർത്തിരുന്നപ്പോൾ പെട്ടെന്നിതാ സന്തോഷം എരച്ചു കയറുന്നു ഹൃദയത്തിലേക്ക്.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്യന്തികമായി സന്തോഷമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സമാധാനമാണ്, ഉള്ളത്തിലൊരു ശാന്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കൂ, ഈ ആത്മാവിൻ്റെ ശാന്തി നിങ്ങൾക്കുണ്ടോ എന്ന്, ആത്മാവിൻ്റെ സന്തോഷം നിങ്ങൾക്കുണ്ടോ എന്ന്. ഉള്ളത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ശാന്തി അവിടെ ലയിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഉള്ളം ഇന്ന് സമാധാനമുള്ളതാണോ? എൻ്റെ നിരാശകൾ മാറിയിട്ടുണ്ടോ? എൻ്റെ വരൾച്ച മാറിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവും നിരാശയും എല്ലാം ഉള്ള ജീവിതം എത്ര കാലത്തേക്ക്? വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം, ഒരു ചുരുങ്ങിയ കാലം മാത്രം ഈ ആയുസ്. അത് കഴിഞ്ഞ് നിത്യതേജസ്സിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. നിത്യതേജസ്സിൻ്റെ സ്വർഗീയ പുരിയിലേക്ക് നാം പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ്. അതാണ് തിരുവചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ സമാധാനം, ആത്മാവിൻ്റെ ശാന്തി, ഒരു പ്രത്യേക സന്തോഷ അനുഭൂതി നമ്മുടെ ഹൃദയത്തിൽ കതിരിട്ട് നിൽക്കുന്നു. ഭാഗ്യകരമായ അനുഭവമാണത്. ഒന്നും നമ്മളെ ഏശുന്നില്ല, ആകുലങ്ങൾ നമ്മെ അലട്ടുന്നില്ല, ആവലാധികൾ നമ്മെ സ്പർശിക്കുന്നില്ല, ദുഃഖങ്ങളോ ദുരിതങ്ങളോ നമ്മുടെ അരികിലേക്ക് വരുന്നില്ല. അതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മെ അലട്ടുന്നില്ല എന്ന്. പ്രയാസങ്ങളിൽ നിന്നല്ല, പ്രശ്നങ്ങളുണ്ട്, പണ്ടത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളിലേ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സിനെ മഥിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഹൃദയത്തിൽ ഏശുന്നില്ല. അങ്ങനെ ഒരു അനുഭവമുണ്ട്, ഹൃദയത്തിൽ തൊടാത്ത അനുഭവം. ഭാരങ്ങളോ ദുഃഖങ്ങളോ ആകുലങ്ങളോ ഹൃദയത്തെ സ്പർശിക്കാത്തൊരനുഭവം. ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ദൈവസ്നേഹം. യേശു ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആത്മാവിൻ്റെ വിവശത, ആത്മാവിൻ്റെ വിവശത വന്നു. ഇബ്താഹിന് വിവശത വന്നതിനെക്കുറിച്ച് നാം ഒരവസരത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഇബ്താഹിന് ആത്മാവിൻ്റെ വിവശത വന്നു, ആത്മാവിൻ്റെ ശക്തിയായ പ്രവാഹം വന്നു. ഇബ്താഹ് ന്യായാധിപതിയായിരുന്നു. ഇബ്താഹ് ന്യായാധിപതിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരു ന്യായാധിപതിയായിരുന്നു, വേശ്യാപുത്രനായിരുന്നു. എന്നാൽ ഇബ്താഹ് പരാക്രമശാലിയായിരുന്നു. പരാക്രമശാലിയായ ഇബ്താഹ് ജീവിതത്തിൽ ചില ഉടമ്പടികൾ ചെയ്തു, ദൈവത്തോട് ചില വാക്കുകൾ പറഞ്ഞു, ദൈവസന്നിധിയിൽ ചില വ്യക്തമായ നിബന്ധനകൾ അവൻ വെച്ചു. എൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഞാനിത് അതിരിടുന്നു എന്ന് നിശ്ചയിച്ചു. അതിരിടുന്നു. ഓരോ കാര്യങ്ങൾക്ക് നാം അതിരിടണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും നാം ചില അതിരുകൾ കൽപ്പിക്കണം. അതിര് വിട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വാക്കുകൾക്കും അതിരിടണം, ഓരോ പ്രവൃത്തികൾക്കും അതിരുണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകൾക്ക് അതിരുണ്ടായിരിക്കണം. അങ്ങനെ നാം എപ്പോഴും നല്ല അച്ചടക്കമുള്ളവരായിരിക്കണം. ജീവിതത്തിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വേശ്യാപുത്രനായ ഇബ്താഹ് തീരുമാനമെടുത്തു. ഇബ്താഹിൻ്റെ പഴയ ജീവിതം നിസ്സാരന്മാരുടെ കൂടെ നടന്ന ജീവിതമായിരുന്നു. എങ്കിലും ഇബ്താഹ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തപ്പോൾ ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. മാത്രമല്ല, ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ഇബ്താഹ് യുദ്ധത്തിൽ ജയിച്ചു. യുദ്ധത്തിൽ ജയിച്ച് മുന്നേറുവാൻ സാധിച്ചു. ശത്രു നിരകളെ ഭേദിച്ച് മുന്നേറുവാൻ കഴിഞ്ഞു. ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിഞ്ഞു. യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ വിവശത വേണം. നമുക്ക് യുദ്ധം ആരോടാണ്? നമ്മുടെ യുദ്ധം പൈശാചികനോടാണ്. നമ്മുടെ യുദ്ധം സാത്താനോടാണ്. പൈശാചികനോടും എൻ്റെ ദൂതന്മാരോടുമാണ് നമ്മുടെ യുദ്ധം. പിശാചിനോടുള്ള യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ആത്മാവ് വേണം, പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ, പാപത്തിൻ്റെ അധിപതിയായ പിശാചിനെ ജയിക്കാനും സാധിക്കുകയുള്ളൂ. ഇബ്താഹ് ജയിച്ചവനായി തീർന്നു ആത്മവിവശത മൂലം. രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ശിംശോൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ശിംശോൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കെട്ടുകൾ എല്ലാം കത്തി കരിഞ്ഞുപോയി. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ശരീരത്തിലെ ബന്ധനം കഴിഞ്ഞുപോയി. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ശരീരത്തിൽ ചില ബന്ധനങ്ങളുണ്ട്. നമ്മുടെ ഓരോ അവയവങ്ങളിലും ചില ബന്ധനങ്ങളുണ്ട്, ചില ശാപങ്ങളുണ്ട്. ഓരോ അവയവങ്ങളിലും പാപം വന്നു പറ്റിയിട്ടുണ്ട്. ആ പാപങ്ങളുടെ ബന്ധനങ്ങളിൽ അഴിഞ്ഞു മാറണം. അപ്പോഴാണ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ ബന്ധനം അഴിയണം. കർത്താവേ, ഇതിൻ്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. ആത്മാവ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണം. ജയിലിൽ കിടക്കുന്ന ആത്മാവ് പുറത്തു വരണം. ജയിലിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തു വരണം. അതിന് ബന്ധനം അഴിയണം. അപ്പോഴാണ് സ്തുതി ലഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ബന്ധനം അഴിയുന്ന ഭാഗ്യാനുഭവം ലഭിക്കുന്നത്. ബന്ധനം അഴിയണം. ബന്ധനം അഴിഞ്ഞപ്പോൾ ശിംശോൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ശിംശോൻ്റെ മേലുണ്ടായിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. മൂന്നാമത് നമുക്ക് ചിന്തിക്കാം. ശമൂവേൽ പ്രവാചകൻ രണ്ടാമത്തെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട്
പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നപ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ആത്മാവിൻ്റെ സ്തുതി ലഭിക്കും. ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ നിറഞ്ഞു വരുമ്പോൾ നാം മതിമറന്ന് ദൈവത്തെ സ്തുതിക്കും, മറ്റുള്ളവരുടെ പക്ഷേ നിന്ദിക്കും. ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ലജ്ജ തോന്നി, അവൾ മുറിക്കകത്തേക്ക് കയറി. എന്നാലും ഒന്നുകൂടി നോക്കണം തോന്നി ജനൽപ്പഴുതിൽ കൂടെ നോക്കി. ദാവീദ് വെറും സാധാരണക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. രാജാവ് ഇങ്ങനെ താണവനായി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഭാര്യയ്ക്ക് തോന്നിപ്പോയി. രാജാവ് കുറച്ച് അന്തസ്സോടും ആഭിജാത്യത്തോടും കൂടിയൊക്കെ നിൽക്കേണ്ടതല്ലേ, മൗനമായി നിൽക്കേണ്ടതല്ലേ? ഈ വെറും നിസ്സാരരായ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നടന്ന് നൃത്തം ചെയ്യാൻ പാടുണ്ടോ, സ്തുതിക്കാൻ പാടുണ്ടോ എന്ന് മീഖളിന് തോന്നി. മീഖൾ സ്തുതിയെ നിന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആളുകൾ പക്ഷേ നിന്ദിച്ചെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം, സ്തുതിയെ പരിഹസിച്ചെന്ന് വരാം. ഇങ്ങനെയൊക്കെയാണോ സ്തുതിക്കുന്നത് തോന്നിയെന്ന് വരാം. ഇത്ര ബഹളം വേണോ, ഇത്ര ഒച്ചപ്പാട് വേണോ എന്ന് തോന്നിയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തിൻ്റെ സ്തുതിയിൽ നാം ലയിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയില്ല. ആത്മാവിൻ്റെ സ്തുതി പരിശുദ്ധാത്മാവിന് നിറവുള്ളതായ സ്തുതിയാണ്. ഒരിക്കൽ ദാവീദിന് ഈ സ്തുതി നഷ്ടപ്പെട്ടു പോയിരുന്നു. സ്തുതി നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് നിലവിളിച്ചു, കർത്താവേ, എനിക്ക് എൻ്റെ അധരങ്ങൾ സ്തുതിക്കുന്ന സൗഭാഗ്യം തരണമേ, എൻ്റെ അധരങ്ങളും തുറന്നു തരണമേ. എൻ്റെ ചുണ്ട് അടഞ്ഞു പോയല്ലോ കർത്താവേ, സ്തുതി നിലച്ചു പോയല്ലോ കർത്താവേ, പരിശുദ്ധാത്മാവിനെ വിട്ടു പോയല്ലോ കർത്താവേ. എൻ്റെ കർത്താവേ, നിൻ്റെ മഹത്വമുള്ള ആത്മാവിനും താങ്ങുന്ന നല്ല കാലം തരണമേ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. ദാവീദിരുന്ന് കരയുകയാണ്. ആത്മാവിൻ്റെ സന്തോഷം അനുഭവിച്ചവർക്ക് ആത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെടുമ്പോൾ അവർക്ക് പിടയുന്ന അനുഭവമാണ്. മീനെ പിടിച്ച് കരക്കിട്ടാൽ എങ്ങനെയായിരിക്കും? ജീവനുള്ള മീനെ പിടിച്ച് കരക്കിടുമ്പോൾ അത് കിടന്ന് പിടയ്ക്കും, ശ്വാസം കിട്ടാതെ പിടയ്ക്കും, അതിന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാതെ പിടയ്ക്കും. അതുപോലെ ദൈവത്തിൻ്റെ ഒരു പൈതലിന്, ആത്മാവിന് സ്തുതി അനുഭവിച്ചൊരു ദൈവ പൈതലിന് സ്തുതിക്കാൻ പറ്റാതെ വന്നാൽ, പാവം ജീവിതത്തിൽ വന്നാൽ പിടച്ചിലാണ്, ആത്മാവിൻ്റെ പിടച്ചിലാണ്, ആത്മാവിൻ്റെ സഫക്കേഷൻ, ആത്മാവിൻ്റെ ശ്വാസം മുട്ടലാണ് അനുഭവിക്കുന്നത്. ആത്മാവിൻ്റെ ശ്വാസം മുട്ടൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇത് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഓർക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും പാവം വന്നു കഴിയുമ്പോൾ, പിശാച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അവകാശം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്തുതി നഷ്ടപ്പെടുന്നു. അതോടുകൂടി വലിയ പെടച്ചിലാണ് നമുക്ക് വരുന്നത്. ആകെ ഒരു അന്താളിപ്പ്, ആകെ ഒരു പരിഭ്രാന്തി, എന്തുകൊണ്ടെന്നറിയാതെ ഏതോ ഒരു വലിയ ശൂന്യത, നിരാശയും മ്ലാനതയും വന്ന് മൂടുന്നു. നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയാൽ ദാവീദ് യഥാസ്ഥാനപ്പെട്ടു. ദാവീദ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, വീണ്ടും സ്തുതിക്കാൻ തുടങ്ങി. ഇപ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് കാരണം എന്നറിയാമോ? ദാവീദിന് ഒരു കാലത്ത് ഭയമുണ്ടായിരുന്ന കാലം, ആ കാലത്തെ ഭയം മാറിക്കിട്ടി. എന്താണ് ഭയം? ദാവീദ് മനസ്സിലാക്കി, യഹോവയുടെ പെട്ടകം തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത് നല്ലതാണെന്ന്, രാജനഗരത്തിലേക്ക് വരുന്നത് നല്ലതാണെന്ന്, യെരൂശലേമിലേക്ക് യഹോവയുടെ പെട്ടകം കൊണ്ടുവരണമെന്ന്. പെട്ടകം കൊണ്ടുവരാനായിട്ട് ദാവീദ് ആളയച്ചു. പെട്ടകം ഒരു വണ്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. വണ്ടിയിൽ നമുക്ക് വായിക്കാം, 6-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി, കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പുതിയ വണ്ടിയിൽ കയറ്റി, ഏറ്റവും നല്ല പുത്തൻ വണ്ടി, വേറെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ലാത്തൊരു വണ്ടി, പുതിയ വണ്ടിയിൽ ഈ പെട്ടകം എടുത്ത് വെച്ചു. അത് അബീനാദാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. അബീനാദാവിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടിയെ തെളിച്ചു. 2 ചെറുപ്പക്കാർ, ഉസ്സായും അഹ്യോവും, 2 പേരും ആ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിൻ്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ
അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. അങ്ങ് കുന്നിമുകളിൽ നിന്ന് പെട്ടകം കൊണ്ടുവരികയാണ്. പെട്ടകത്തിന് മുമ്പായിട്ട് അഹ്യോ നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. നല്ല സന്തോഷത്തോടെ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പെട്ടകം വരികയാണ്. ആനന്ദത്തിൻ്റെ തിമിർപ്പോടുകൂടി അവർ സന്തോഷിച്ച് നൃത്തം ചെയ്യുകയാണ്. ദാവീദും കൂടിയുള്ളവർ നൃത്തം ചെയ്തു. അവർ നാഖോൻ്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. കാള വരണ്ടുപോയി. വണ്ടി ഓടിക്കുന്ന കാള വരണ്ടുപോയി. പെട്ടകം ചായാൻ തുടങ്ങി. ഒരുപക്ഷെ പെട്ടെന്ന് താഴെ പോകുമോ? ഉസ്സ പെട്ടെന്ന് കയറി പെട്ടകത്തിൽ പിടിച്ചു. പെട്ടകത്തിൽ കയറി പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. കാരണമുണ്ട്. ഇത് കൈ കൊണ്ട് തൊടാൻ പാടില്ല. തൊടണമെങ്കിൽ അതിന് അധികാരപ്പെട്ടവർ വേണം തൊടാൻ. ഈ പെട്ടകം തൊടണമെങ്കിൽ അതിൽ പൗരോഹിത്യമുള്ളവർ മാത്രമേ തൊടാൻ പാടുള്ളൂ. ഈ പെട്ടകം തൊടണമെങ്കിൽ അത് ലേവ്യ പൗരോഹിത്യമുള്ളവരാണ് തൊടേണ്ടത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ മാത്രമേ തൊടാവൂ. ദൈവത്തിൻ്റെ പെട്ടകമാണ്. ആർക്കും ഇഷ്ടം പോലെ തൊടാവുന്നതല്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അവിടെ നാം വേദപുസ്തകം മറ്റു ഭാഗങ്ങളോട് വായിക്കുമ്പോഴാണ്, ദിനവൃത്താന്ത പുസ്തകവും ആവർത്തന പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായി കിട്ടും. ദൈവത്തിൻ്റെ പെട്ടകം മനുഷ്യൻ തൊടാൻ പാടില്ല. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരെ തൊടാവൂ. അത് വണ്ടിയിൽ കയറ്റാൻ പാടില്ല. വണ്ടിയിലല്ല കൊണ്ടുവരേണ്ടത്. പെട്ടകം ചുമക്കാൻ അതിനുവേണ്ടി അധികാരപ്പെട്ട പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാരാണ് ചുമക്കേണ്ടത്. പുരോഹിതന്മാർ ചുമന്ന് കൊണ്ടുവരേണ്ടതാണ്. എല്ലാം അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഇതെല്ലാം ചില വ്യവസ്ഥാപിതമായ ദൈവിക നിയമങ്ങളാണ്. ആ നിയമം തെറ്റിച്ചു, വണ്ടിയിലെടുത്ത് വെച്ചു. അത് തന്നെ തെറ്റി. ദാവീദിന് അറിയാൻ വയ്യാതെ പോയി. ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ നിഷ്ഠകളും നിയമങ്ങളും ദാവീദ് അറിഞ്ഞില്ല. ദാവീദ് ഗ്രഹിച്ചില്ല. അതിന് പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഉസ്സ തൊട്ടപ്പോഴേക്കും ഉസ്സ ഛേദിക്കപ്പെട്ടു. ഉസ്സ മരിച്ചുപോയി. അവൻ്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വച്ച് അവനെ സംഹരിച്ചു. അവിവേകം നിമിത്തം അവൻ കയറി. അവൻ അർഹതയില്ലാത്ത ജോലി അവൻ ചെയ്തതുകൊണ്ട് അവൻ്റെ ബുദ്ധിയിൽ നോക്കിയാൽ പെട്ടകം താഴെ മറിഞ്ഞു പോയില്ല. അതുകൊണ്ട് പിടിച്ചതാണെന്ന് പറയാം. പക്ഷേ അത് നിയമാനുസൃതമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അവിവേകം വന്നു. അവിവേകം മൂലം അവൻ ഛേദിക്കപ്പെട്ടു. അവൻ മരിച്ചുപോയി. യഹോവയുടെ കോപം അവൻ്റെ നേരെ ജ്വലിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിന് അടുക്കൽ വച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. അയ്യോ കഷ്ടം, എന്തു ചെയ്യും? ഈ പെട്ടകം കൊണ്ടുവരാൻ നിർവാഹമില്ലാതായി പോയല്ലോ, എന്തു ചെയ്യും? ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി. ഇങ്ങനെയുള്ള ഒരു തീക്ഷ്ണതയുള്ള ദൈവത്തിൻ്റെ പുറകെ എങ്ങനെ പോകും? ഇതുപോലെ ഓരോ നിസ്സാര കാര്യമെന്ന് എനിക്ക് തോന്നുന്ന കാര്യം ചെയ്യാൻ പോലും എനിക്ക് അർഹതയില്ല, എനിക്കതിന് യോഗ്യതയില്ല, ദൈവം അതിനെ വിലക്കുന്നല്ലോ എന്നുള്ള ചിന്താഭാരം കൊണ്ട് ദാവീദ് അമ്പരന്ന് പോയി. എന്തു ചെയ്യും? ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നുപോയല്ലോ, ഞാൻ എന്തു ചെയ്യും? ദാവീദ് ഭയപ്പെട്ടു പോയി. പെട്ടകം കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് ദാവീദ് ചിന്തിച്ചില്ല. ദാവീദ് വചനം മറിച്ച് നോക്കിയാൽ മതിയായിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ നിയമം മറിച്ച് നോക്കിയാൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ള നിയമങ്ങൾ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. ദൈവം നൽകിയ നിയമങ്ങളനുസരിച്ച് പെട്ടകം ചുമക്കാനുള്ള പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് വരേണ്ടതായ പെട്ടകം വണ്ടിയിലെടുത്ത് വെച്ച് തെറ്റായിപ്പോയത് പാടില്ലായിരുന്നു. ഇത് ദാവീദിനപ്പോൾ മനസ്സിലായില്ല. ദാവീദ് അമ്പരപ്പിൽ എന്തു വേണ്ടു. എന്നാൽ ഭാഗ്യം, ദാവീദ് അത് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഈ അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ദാവീദ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ദാവീദ് പഠിച്ചു. ദാവീദ് മനസ്സിലാക്കി. അങ്ങ് ലേവ്യ പുരോഹിതന്മാർ വന്ന് പെട്ടകം ചുമന്നുകൊണ്ട് വന്നു. അതാണ് തുടർന്ന് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 12-ാം വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്നു. ചുമന്ന് കൊണ്ടുവരേണ്ടതാണ്, വഹിച്ചു കൊണ്ടുവരേണ്ടതാണ്, വണ്ടിയിൽ കൊണ്ടുവരേണ്ടതല്ല, അത് എളുപ്പമാർഗത്തിൽ കൊണ്ടുവരേണ്ടതല്ല, അത് ചുമന്ന് വഹിച്ച് കൊണ്ടുപോരേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യഹോവയുടെ പെട്ടകം ചുമന്ന് കൊണ്ടുവരുന്നവർ 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് ഹോമയാഗം കഴിച്ചു. ദാവീദ് യാഗം കഴിച്ചു.
വന്ന തെറ്റെല്ലാം ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് ദാവീദ് യാഗം കഴിച്ചു. എന്നിട്ട് പെട്ടകം ചുമന്നുകൊണ്ട് തന്നെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ശാപം മാറി, ദൈവത്തിൻ്റെ കോപം മാറി, എല്ലാം നിയമാനുസൃതമായി കാര്യങ്ങൾ നടന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ വന്നു. അപ്പോൾ ദാവീദ് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദാവീദ് സ്തുതിച്ചു. ആത്മാവിൻ്റെ വ്യവസ്ഥത തിരികെ വന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. നഷ്ടപ്പെട്ട വ്യവസ്ഥത തിരികെ കിട്ടി. നഷ്ടപ്പെട്ടു പോയ ആത്മാവിൻ്റെ ശക്തി തിരികെ കിട്ടി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ദൈവശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. നിയമാനുസൃതം തിരുവചനപ്രകാരം ഓരോ ചുവടും വയ്ക്കുക നിങ്ങൾ തീരുമാനിക്കുക. തിരുവചനാനുസൃതമായി ഓരോ ചുവടും വയ്ക്കുക. വചനവിരുദ്ധമായി ഒന്നും സംഭവിച്ചു പോകരുത്. ഈ എഴുതപ്പെട്ട വചനമുണ്ടല്ലോ, ബൈബിൾ, ഈ വിശുദ്ധ വേദപുസ്തകം, ഈ വേദപുസ്തകത്തിലുള്ളതുപോലെയല്ലാതെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നാം മാറരുത്. ഇത് വ്യവസ്ഥായുതമായ ദൈവിക നിയമമാണ്. ദൈവം തന്നിരിക്കുന്നതായി വചനമാണ്. വചനത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ബുദ്ധി അതിൽ കലർത്താൻ പാടില്ല. ബുദ്ധിയിൽ ചിന്തിക്കാൻ പാടില്ല. ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ പാടില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇത് ആത്മാവിൽ ഗ്രഹിക്കേണ്ടതാണ്. ഈ വചനം ആത്മാവിൽ നമുക്ക് ഉള്ളത്തിൽ എടുക്കേണ്ടതാണ്. ആത്മാവിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. ആത്മാവിൽ മനസ്സിലാക്കണമെങ്കിൽ ആത്മനിറവ് വേണം. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവിലേക്ക് ദാവീദ് മടങ്ങി വന്നു. ഭാഗ്യം. നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ വന്നു. ഭയം വന്ന് ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ വന്നു. ജീവിതത്തിലേക്ക് ഭയം കയറി വന്നു. വലിയ ഭീതിയായി, എന്തു വേണ്ടെന്നറിയാതെയുള്ള അന്താളിപ്പായി, വലിയ പരിഭ്രമമായി, എല്ലാം തിരികെ വന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷം തിരികെ വന്നു. സമാധാനം തിരികെ വന്നു. പരിഭ്രമവും ഭയവും മാറിപ്പോയി. ദാവീദിൻ്റെ പേടി മാറിപ്പോയി. ദാവീദിന് സന്തോഷം മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ സന്തോഷം മടങ്ങി വരും. എന്താണ് ദൈവത്തിൻ്റെ പെട്ടകം? ദൈവത്തിൻ്റെ പെട്ടകം കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി ഗോൽത്തായിലെ ആ ക്രൂശിൽ തൂക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് പെട്ടകം. ഈ പെട്ടകം നാം ചുമക്കേണ്ടവരാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം വഹിക്കേണ്ടവരാണ്. യേശുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നാം പോകണം. യേശുവിനെയും കൊണ്ടേ നാം ഓരോ ചുവടും വയ്ക്കാവൂ. യേശുവിനെ നാം വഹിക്കേണ്ടവരാണ്. അത് വേറെ ആരെങ്കിലും ചുമന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നായകനായി നടന്നാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നാം ആരും നേതാക്കളായി നടന്നാൽ പോരാ. നാം എല്ലാവരും ഒരുപോലെ യേശുവിനെ വഹിക്കേണ്ടവരാണ്. യേശുവിനെ നാം വഹിച്ചു കൊണ്ടുവരേണ്ടവരാണ്. നാം നല്ലവരാണ്, ഞാൻ നേതാവാണ്, അല്ലെങ്കിൽ ഞാൻ ലീഡറാണ് എന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് മാറി നിൽക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ലീഡേഴ്സില്ല, ഒരു ലീഡറേ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ലീഡറിനെ നാം വഹിക്കണം. എൻ്റെ കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തു മാത്രമാണ് നായകൻ. യേശുക്രിസ്തു മാത്രമാണ് നേതാവ്. യേശുക്രിസ്തു മാത്രമാണ് ഇടയൻ. യേശുക്രിസ്തു മാത്രമാണ് സ്വർഗീയ രാജാധിരാജൻ. യേശുക്രിസ്തു മാത്രമാണ് പാപിയുടെ രക്ഷകൻ. ക്രിസ്തുവിനെ നാം വഹിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് ഈ മർമ്മം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തുവിനെ നാം വഹിക്കുക. നമ്മുടെ ഓരോ അവയവങ്ങളിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ കൈകളിൽ കൂടി ക്രിസ്തുവിൻ്റെ കാര്യം പ്രവർത്തിക്കട്ടെ. നമ്മുടെ നാവിൽ കൂടി ക്രിസ്തുവിൻ്റെ ശബ്ദം മുഴങ്ങട്ടെ. നമ്മുടെ കണ്ണുകളിൽ കൂടി ക്രിസ്തു നോക്കട്ടെ. നമ്മുടെ തലച്ചോറിൽ കൂടി ക്രിസ്തു ചിന്തിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ കൂടി ക്രിസ്തു ആഗ്രഹിക്കട്ടെ. നമ്മുടെ കാലുകളിൽ കൂടി ക്രിസ്തു നടക്കട്ടെ. നാം ക്രിസ്തുവിനെ വഹിക്കുന്നവരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴുണ്ട് നമുക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും. അപ്പോൾ സന്തോഷമെന്ന് നാം നൃത്തം ചെയ്യും. ഇവിടെയുള്ള കഷ്ടപ്പാടുകൾ സാരമില്ലെന്ന് മനസ്സിലാകും. ഇവിടെയുള്ള ദുരിതങ്ങൾ സാരമില്ലെന്ന് മനസ്സിലാകും. നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ചിലരെ ദുഷിക്കും, ചിലർ പരിഹസിക്കും. സാരമില്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആത്മാവിൻ്റെ നിറവിലുള്ളതായ സ്തുതി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കിപ്പോൾ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടോ? ആത്മാവിൻ്റെ നിറവിൽ സ്തുതിക്കാൻ താല്പര്യമുണ്ടോ? കർത്താവേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിപ്പീൻ. ഞാൻ മനസ്സറിഞ്ഞൊരു പാവം ഇനി വരികയില്ല ദൈവത്തോട് വാക്ക് പറയുവീൻ. വചനാനുസൃതമായി മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് ദൈവത്തോട് പറയുവീൻ. യേശുനാഥ, നിന്നെ എൻ്റെ ഹൃദയത്തിൽ പേറുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കും നിങ്ങൾ പറയുവീൻ. കർത്താവായ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിപ്പീൻ. യേശുവേ, ക്രൂശിൽ മരിച്ച രക്ഷക, നീ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ യേശു ക്രിസ്തു കടന്നു വരും. അവൻ സ്നേഹം മാത്രമാണ്, നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നവനല്ല. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അവൻ കടന്നു വരുമ്പോൾ അവിടെ ആത്മാവിൻ്റെ വൈവശ്യം ഉണ്ടാകും, ആത്മാവിൻ്റെ വ്യവസ്ഥതയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അവൻ കടന്നു വരുമ്പോൾ ആത്മാവിന് നിറവുണ്ടാകും. യേശു കടന്നു വരുമ്പോൾ അവിടെ തിരുരക്തത്താലുള്ള പാവമോചനം ഉണ്ടാകും. യേശു കടന്നു വരുമ്പോൾ തിരുരക്തത്താലുള്ള പാവക്ഷമയുണ്ടാകും. അവൻ കടന്നു വരുമ്പോൾ ഹൃദയം തകരും. നമ്മുടെ ഹൃദയം പൊട്ടി തകരുകയും നാം നിലവിളിക്കുകയും ചെയ്യും. എൻ്റെ യേശുവേ, നിനക്ക് സ്തുതിയെ നാം പറഞ്ഞു പോകും. എൻ്റെ യേശുവേ, ഈ മഹാഭാവിയെ നീ സ്നേഹിച്ചല്ലോ എന്ന് നാം പറഞ്ഞു പോകും. എൻ്റെ യേശുവേ, ഈ അല്പപ്രാണിയെ നീ കരുതിയല്ലോ എന്ന് നാം പറഞ്ഞു പോകും. എൻ്റെ യേശുവേ, ഈ നിസ്സാരനായ ഘോരപാതകിയെ നീ സ്നേഹത്തോടെ വിളിച്ചല്ലോ എന്ന് നാം പറഞ്ഞു പോകും. നാം അറിയാതെ ദൈവത്തെ
സ്തുതിക്കും, സന്തോഷം കൊണ്ട് സ്തുതിക്കും. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കരയേറ്റുവാൻ യോഗ്യരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം സ്തുതിയിൽ വളരുക, സ്തുതിയിൽ നിറയുക, സ്തുതിയിൽ ദൈവത്തെ ആഘോഷത്തോടെ ആരവാരത്തോടെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശുദ്ധ സ്തുതി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധ സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ മേൽ നിന്റെ കൃപ പകരണമേ. നിന്റെ ആത്മാവിൻ്റെ വ്യവസ്ഥ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൽ സ്തുതിച്ചതിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.